നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. തലശ്ശേരിയിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന മുദ്രപത്രം വാർത്താ മാസിക സ്നേഹാക്ഷര സംഗമം സംഘടിപ്പിക്കുന്നു. 22-ന് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ പാർക്കോ റെസിഡൻസിയിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് 12ാമത്തെ പുസ്തകം ഇവർ പ്രകാശനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തലശ്ശേരിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന മുദ്രപത്രം വാർത്താ മാസിക സ്നേഹാക്ഷര സംഗമം സംഘടിപ്പിക്കുന്നു. ഫെബ്രുവരി 22-ന് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ പാർക്കോ റെസിഡൻസിയിൽ നടക്കുന്ന ചടങ്ങിൽ 12ാമത് പുസ്തകമായ ഇവർ പ്രകാശനം ചെയ്യും. ജില്ലാ ജഡ്ജി KT നിസാർ അഹമ്മദ് പ്രകാശന കർമ്മം നിർവഹിക്കും. തലശ്ശേരിയിലെയും പരിസര പ്രദേശങ്ങളിലെയും വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച 33ഓളം വ്യക്തികളുടെ സംക്ഷിപ്ത ജീവചരിത്രമാണ് ഇതിലെ പ്രമേയം. ഈ 13 വർഷക്കാലത്തിനിടയിൽ മാസികയ്ക്ക് ഏതെങ്കിലും ഒരു പക്ഷത്തിന്റെ സ്റ്റിക്കർ ഒട്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ചില സന്ദർഭങ്ങളിൽ അത് ഇന്നേ പക്ഷത്തിൻ്റെതാണ് എന്ന് ചില ആളുകൾ പറയും, മറ്റു സന്ദർഭങ്ങളിൽ ഇന്നേ പക്ഷത്തിൻ്റെതാണെന്ന് പറയും. ഒന്ന് യാഥാർത്ഥ്യമാണ്, സ്റ്റിക്കർ ഒട്ടിക്കാതെ മാസിക പ്രസിദ്ധീകരിക്കാൻ കഴിയുന്നു എന്നുള്ളത്. അത് വലിയൊരു നേട്ടമായിട്ട് ഞാൻ തലശ്ശേരി ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചത് അച്ചടിമാധ്യമത്തിൻ്റെ ആരൂഢമാണ്. ഈ രാഷ്ട്രീയ രംഗത്തായാലും കലാ സാഹിത്യ രംഗത്തായാലും ഒരുപാട് തനിമ കാത്തു സൂക്ഷിക്കുന്ന തലശ്ശേരിയിൽ 13 വർഷക്കാലം തുടർച്ചയായി ഒരു അച്ചടി മാധ്യമം പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞു എന്നത് തലശ്ശേരിയിലെ വായനക്കാരുടെ സഹായവും സഹകരണം കൊണ്ടും മാത്രമാണ്. ഇതോടൊപ്പം തന്നെ തങ്ങളുടെ കർമ്മമണ്ഡലത്തിൽ ഇന്നും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന KP വിജയൻ മാസ്റ്റർ, ശ്രീജിത്ത് ചോയൻ, A രവീന്ദ്രൻ മാസ്റ്റർ, വസന്ത തിരുവങ്ങാട്, കാർത്തിക അണ്ടല്ലൂർ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. ജില്ലാതല ലേഖന മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ A കീർത്തനയെ അനുമോദിക്കും. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. പത്രസമ്മേളനത്തിൽ പത്രാധിപർ P ജനാർദ്ദനൻ, മുഖ്യ പത്രാധിപർ VE കുഞ്ഞനന്ദൻ, കതിരൂർ TK ദിലീപ് കുമാർ, അഡ്വക്കേറ്റ് KC മുഹമ്മദ് ഷബീർ എന്നിവർ പങ്കെടുത്തു. സമഗ്ര ന്യൂസ് തലശ്ശേരി.